പി കെ ശശിയുടെ നാമനിർദ്ദേശ പത്രികയിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി LDF പരാതി നൽകി. രേഖകളിൽ വയസ്സ് കുറച്ചു കാണിച്ച് യൗവനം നിലനിർത്താനാണ് പി കെ ശശിയുടെ ശ്രമമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പരിഹസിച്ചു. തനിക്കെതിരെ CPM വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെന്ന് പി കെ ശശി പ്രതികരിച്ചു. അയാള് വയസ്സ് കുറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ യൗവനം എല്ലാ കാലത്തും നിലനിർത്താനുള്ള പരിശ്രമം നടക്കുകയാണ്. അങ്ങനെ ഒരു മാനസിക ചിന്ത എല്ലാ കാലത്തും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ വയസ്സ് അങ്ങനെ സർട്ടിഫിക്കറ്റിലെങ്കിലും കുറച്ചാൽ അദ്ദേഹത്തിൻ്റെ യൗവനം 16 വയസ്സ് പോലെ അതേപോലെ നിൽക്കുമോ എന്ന ഒരു പരീക്ഷണം അദ്ദേഹം നടത്തിയേ ഉള്ളൂ. അതിൽ അതിശയിക്കാനില്ല. അയാൾ വെല്ലുവിളിക്കുന്നതിന് പകരം ഞങ്ങളുടെ LDFന്റെ നേതാക്കൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക വേണ്ടത്. വൃത്തികെട്ട പ്രചാരണങ്ങളും ഇപ്പോൾ CPM അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഒരു നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ, ശശി എന്തോ മുസ്ലിം പക്ഷപാതിയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അയാളുടെ പ്രവർത്തനം മുഴുവൻ. ഞാനൊരു മുസ്ലിം പക്ഷപാതിയാണ് എന്ന് വരുത്തി ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ എനിക്കെതിരാക്കി മാറ്റാനുള്ള കളിയുടെ ഭാഗമാണിത്. സ്വാഭാവികമായിട്ടും അപൂർവം ചില ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമത്തിലാണ് അവരിപ്പോൾ വ്യാപൃതമായിട്ടുള്ളത്. എനിക്കങ്ങനെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഉള്ള ഒരു വേർതിരിവില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം, എൻ്റെ പൊതുജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അപ്പോൾ ഇവരിപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയത്ര, ഞാനത് വ്യാജരേഖ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ ഇവർ ധൈര്യം ഉണ്ടെങ്കിൽ കോടതി പോട്ടെ, ഞാൻ അവരെ വെല്ലുവിളിക്കുക, കോടതിയെ സമീപിക്കട്ടെ. ഇവരെ ഞാൻ വെല്ലുവിളിക്കുക, കോടതിയെ സമീപിക്കട്ടെ, ഞാനത് തെളിയിക്കാം. എങ്ങനെയാണ്, എന്താണ് വസ്തുത എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ. വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ആ മണ്ഡലത്തിൽ നിന്ന്, ഒറ്റപ്പാലത്ത് നിന്ന് കാണേണ്ടത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഈ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സിയൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ വയസ്സ് കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പത്രികയിൽ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സൂക്ഷ്മ പരിശോധന വേളയിൽ തന്നെയാണ് അതൊക്കെ കടന്നു വരേണ്ടത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ശശിയുടെ പ്രചാരണത്തിൻ്റെ സ്വഭാവം എന്താണ്? പ്രമോദ്, നമുക്കറിയാം CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലൊരു നേതാവായിരുന്നു പി കെ ശശി. UDFനൊപ്പം ചേർന്ന് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പി കെ ശശിയെ തോൽപ്പിക്കുക എന്നുള്ളത് CPMന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അങ്ങനെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്. സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഇത് ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്, അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്കൂൾ രേഖകളിൽ ഉള്ളത് ശശിധരൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ SSLC ബുക്കിലും മറ്റ് രേഖകളിലും പി കെ ശശി എന്നുള്ളതാണ്. അങ്ങനെ സ്കൂൾ രേഖകൾ ആയിരുന്നു നൽകേണ്ടത് എന്നുള്ളതാണ് LDF പറയുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ പ്രായം കുറച്ച് കാണിച്ചു. ഇത് താൻ എപ്പോഴും യുവാവായി നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഈ സുരേഷ് ബാബു, CPMന്റെ ജില്ലാ സെക്രട്ടറി, വിശദീകരിക്കുന്ന ഒരു കാര്യം. ഇതിന് പി കെ ശശി പറയുന്നത് താൻ ഈ കോടതിയിൽ ധൈര്യമുണ്ടെങ്കിൽ കോടതിയിൽ പോകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ എന്തിനാണ് കോടതിയിൽ പോകണമെന്ന് പി കെ ശശി പറയുന്നത്? തങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് പി കെ ശശി ഈ കേസ് കൊടുക്കട്ടെ എന്നുള്ളതാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം നമ്മൾ ഇന്ന് ഈ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പി കെ ശശി എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയായി CPMന്റെ നേതാവ് എന്ന നിലയ്ക്ക് ഷൊർണൂരിൽ നിന്ന് മത്സരിച്ചത്. അപ്പോൾ ജില്ലാ സെക്രട്ടറി നൽകുന്ന മറുപടി ഒരുപക്ഷെ അന്നും തെറ്റായ കാര്യങ്ങളായിരിക്കാം നൽകിയിട്ടുണ്ടാകുക. ഇപ്പോഴല്ല അതെല്ലാം തന്നെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും പി കെ ശശിയും CPMും തമ്മിലുള്ള പോര് അതിശക്തമായി തന്നെ തുടരുകയാണ്. യെസ്, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.